ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു. ഞാനിവിടെ പറയുന്നത് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. സുഹൃത്ത് ബന്ധങ്ങളെ വളരെ അധികം ഇഷ്ടപ്പെടുന്നവരും ആരെയും ആശ്രയിക്കാതെ തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ സ്വസ്ഥതയോടുകൂടി ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരായിട്ടുള്ള ഈ പൂരാടം നക്ഷത്രക്കാരിൽ തൻ്റെ കൂടെ നിൽക്കുന്നവരുടെ വിഷമതകൾ കണ്ടാലോ അവരുടെ കൂടെ നിന്നുകൊണ്ട് തങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ളതായ സഹായം ചെയ്യുന്ന ആ സഹായ മനസ്ഥിതി കൂടുതലായിട്ടുമുള്ളവരാണ് ഈ പൂരാടം നക്ഷത്രക്കാർ. എന്നാലോ ചില കാര്യങ്ങളിലാണെങ്കിൽ ക്ഷമാശീലം കുറഞ്ഞവരായതുകൊണ്ട് താൻ സഹായിച്ചവരിൽ നിന്ന് എന്തെങ്കിലും മനോവിഷമതകൾ വന്നാൽ പെട്ടെന്ന് പ്രതികരിക്കുകയും ദേഷ്യം പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള സ്വഭാവവും ഈ നക്ഷത്രക്കാരിൽ കാണാറുണ്ട്. അതുകൊണ്ട് ഈ പൂരാടം നക്ഷത്രക്കാർക്ക് പലപ്പോഴായിട്ട് ഒന്നിനു പുറകെ ഒന്നായിക്കൊണ്ട് വിഷമതകൾ ഇവരെ തേടിയെത്താറുണ്ട്. ധനുരാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പൂരാടം നക്ഷത്രക്കാരിലാണെങ്കിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണെങ്കിലും ശ്രദ്ധയും അത്ര തന്നെ ദീർഘവീക്ഷണവും വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ജൂലൈ മാസത്തിൽ. ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടും എല്ലാം കുറച്ചൊക്കെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും കർമ്മസംബന്ധമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്ന ബുധൻ നിവൃത്തിനാഥനായിക്കൊണ്ട് അഷ്ടമഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാലും കണ്ടകശനിയിലൂടെ സഞ്ചരിക്കുന്നതായ ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ഈ കർമ്മസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ട് അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ പ്രത്യേകം നോക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ്. കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ജൂലൈ മാസത്തിൽ. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഈ ഒരു സമയങ്ങളിൽ അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കണം. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും ഈ ഒരു സമയങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വിഷമാവസ്ഥകളോ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. എന്നാലോ ധനപരമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനുമെല്ലാം സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ളതായ ധനച്ചിലവിനും സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് കഴിവതും ഈ ഒരു സമയങ്ങളിൽ അനാവശ്യമായിട്ട് വരുന്നതായ പാഴ്ചിലവുകളെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് പൂരാടം നക്ഷത്രക്കാർ ഈ ജൂലൈ മാസത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് ശനീശ്വരന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്.